ഹായ് ഫ്രണ്ട്സ്, മിറാക്കിൾ സോഫ്റ്റ് ടെക്കുകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ചാറ്റിൽ നിങ്ങൾക്ക് OTP പരമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ പരിഹരിക്കാമെന്നാണ് നോക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. നമുക്ക് ഈ ഒരു OTP പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുള്ളവർക്കായിരിക്കും കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുള്ളവരാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒറ്റൊരു OTP കിട്ടത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ 10 മണിക്ക് ഒരു OTP കിട്ടി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 10 മണിയാവാതെ അടുത്ത OTP നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് എന്ന് പറയുന്നത് നമ്മൾ 3 വട്ടം ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അവർക്കും തുറക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും OTP കിട്ടും. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ID ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഷെയർചാറ്റിൽ ഏതൊക്കെ രീതിയിലാണ് OTP കംപ്ലയിൻറ്റ് വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഒന്നാമത്തെ കംപ്ലയിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ SC ആപ്ലിക്കേഷനിൽ കയറിയതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് OTPക്ക് വിടുന്ന സമയത്ത് നമ്മുടെ സിമ്മിൽ SMS വരാതിരിക്കുക, OTP വരാതിരിക്കുക. ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ബാക്കി നമ്മുടെ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, ബാക്കി SMS കാര്യങ്ങൾ വരുന്നുണ്ട്, ബാക്കി എല്ലാത്തിൻ്റെ OTP കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അതിൻ്റെ ആ ഒരു OTP കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഷെയർസിൻ്റെ മാത്രമാണ് നിങ്ങൾക്ക് വരാത്തെങ്കിൽ അത് ഷെയർസിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. രണ്ടാമത്തെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർചാറ്റിൽ കയറിയതിന് ശേഷം നിങ്ങളുടെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് OTP വരുന്നുണ്ട്, പക്ഷേ ആ ഒരു OTP അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്നെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂവോ അല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ഷെയർചാറ്റിൽ നിങ്ങൾക്കാണെങ്കിൽ OTP ബാൻ കിട്ടാനോ സാധ്യതയുണ്ട്. OTP ബാൻ കിട്ടിയാലും ഇങ്ങനെ തുറക്കാതിരിക്കും. ഇനി ഞാൻ കാണിക്കാൻ വരാൻ പോകുന്നത് വേറെ കംപ്ലയിൻ്റ് ആണ്. നമ്മളാണെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഗൾഫ് നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് OTP കിട്ടുന്ന സമയത്ത് ഇപ്പം ഞാൻ കാണിച്ചു തരാം ഈ ഒരു അക്കൗണ്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. ഏറ്റവും താഴെ OTP എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഇവിടെ കയറുന്ന സമയത്ത് നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ട്രൈ ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഒരു വട്ടം പോലും OTP വന്നിട്ടില്ല. എനിക്ക് OTPയുടെ ഓപ്ഷൻ പോലും വരുന്നില്ല. ജസ്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞ് ട്രൈ ചെയ്യുന്നത് മാത്രമാണ് കാണിക്കുന്നത്. പക്ഷേ എനിക്ക് OTPയുടെ ഓപ്ഷൻ വരുന്നില്ല. സംതിങ് റോങ് എന്ന് പറഞ്ഞ സംഭവമാണ് ഇതിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കെന്തെങ്കിലും എത്ര വട്ടം ട്രൈ ചെയ്തിട്ടും OTP ഓപ്ഷൻ പോലും വരുന്നില്ല. ഈ 1 hour ആണ് എനിക്ക് എപ്പോഴും കാണിക്കുന്നത്. അതാണ് ഈ ഒരു അക്കൗണ്ടിൻ്റെ പ്രശ്നം. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു പരിഹാരത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം നമ്മളാണെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ട്രൂ കോളർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾ ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു പരിപാടി നടക്കത്തുള്ളൂ. അപ്പം കറക്റ്റായിട്ട് തന്നെ ചെയ്യണം. ഒരു വട്ടം എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും ഈ ഒരു പരിപാടി നടക്കാതിരിക്കും. അപ്പോൾ ഞാൻ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആകാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരെ നമുക്ക് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇവിടെ ലാംഗ്വേജ് ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് ലാംഗ്വേജ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ആണെങ്കിൽ ട്രൂ കോളിൻ്റെ ആണ് ഓക്കെ ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം എന്ത് സംഭവം വന്നാലും ട്രൂ കോളിൻ്റെ ആണ് നിങ്ങളാണെങ്കിൽ ഇവിടെ ഓക്കെ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ട്രൂ കോളിൻ്റെ ഓപ്ഷൻ കൊടുത്തു. അതിനുശേഷം സെറ്റപ്പ് നമുക്ക് കൊടുക്കാം. വേറെ ഒന്നിലും നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കരുത്. നിങ്ങൾ ഈ ഒരു സംഭവം സെറ്റിങ് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം. ഇത് എന്തെങ്കിലും ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കാണെങ്കിൽ ആ പരിപാടി നടക്കത്തില്ല. അതിനുശേഷം നമുക്ക് കുറച്ച് പ്രൈവസി കാര്യങ്ങളൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ജസ്റ്റ് നിങ്ങൾ പ്രൈവസി കാര്യങ്ങളൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്കാണെങ്കിൽ ഇപ്പോൾ ലോഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം ഒന്ന് അലോ ചെയ്ത് കറക്റ്റായിട്ട് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ആർക്കും വരാൻ സാധ്യത കുറവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വട്ടം എൻ്റെ വേറെ നമ്പറിൽ ഞാൻ ട്രൂ കോളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറാണ് ഇപ്പം ആഡായി വന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു പുതിയ നമ്പർ എൻ്റർ ചെയ്യാൻ കാണിക്കും. ജസ്റ്റ് ഞാനെങ്കിൽ ഇപ്പം എൻ്റെ ഗൾഫ് നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. സാധാരണ ഗൾഫിലെ അക്കൗണ്ടിനാണ് കുറച്ചും കൂടെ പാട് OTPക്ക്. അതുകൊണ്ടാണ് ഞാനെങ്കിൽ ഗൾഫ് നമ്പറിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഗൾഫിലുള്ളവർക്ക് ഒരു ദിവസം ഒറ്റൊരു OTP കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് എത്ര OTP വേണമെങ്കിലും കിട്ടും. അതൊരു പ്രശ്നമേ അല്ല. അതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആണെങ്കിൽ ഗൾഫ് നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് കൺഫേം കൊടുക്കുക. കൺഫേം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിലേക്ക് ഒരു കോൾ വരും. പക്ഷേ ഈ ഒരു കോൾ അത്ര സക്സസ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ കട്ടായി പോകത്തേ ഉള്ളൂ. OTP പറഞ്ഞു തരാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. OTP പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് അല്ല ബുക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ടൈപ്പ് ചെയ്തെല്ലാം വെക്കുക. അഥവാ കട്ടായി പോകാമെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് കട്ടായി കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കാണെങ്കിൽ ഈ ഒരു കോളിൻ്റെ ഓപ്ഷൻ പോകുന്നതായിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തെ ഈ ഒരു ഓപ്ഷൻ പോകും. ഏകദേശം ഒരു കുറച്ച് നേരം നിന്നതിന് ശേഷം ഇതുപോലത്തെ നമുക്കാണെങ്കിൽ OTP എൻട്രി എന്ന് പറഞ്ഞ ഒരു സ്ഥലം വരുന്ന സമയത്ത് ഇപ്പം നമ്മുടെ ഫോണിലേക്ക് ഒരു SMS വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ SMS വരുന്ന സമയത്ത് കറക്റ്റായിട്ട് OTP നമുക്കാണെങ്കിൽ ഇവിടെ അടിച്ചു കൊടുക്കാം. ഇവിടെ OTP ഒരു വട്ടം പോലും ഫെയിൽ ആവില്ല. ഇതും ഷെയറിൻ്റെ അവസ്ഥ പോലത്തെ ഒരു സംഭവമാണ്. ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത OTP വരാനൊക്കെ ഭയങ്കര പാടുള്ള ഒരു സംഭവമാണ്. കറക്റ്റായിട്ട് നിങ്ങൾ OTP അടിച്ചു കൊടുക്കുക.
സക്സസ് ആയിട്ടുണ്ട്. നമ്മളന്ന് OTP അടിച്ചുകൊണ്ട് സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ID കണക്ട് ചെയ്യണോ അതോ നമ്മൾ സ്വന്തമായിട്ട് മാനുവലായിട്ട് ഫോം പൂരിപ്പിക്കുമെന്ന് ചോദിക്കുന്നു. ജസ്റ്റ് നിങ്ങൾ മാനുവലായിട്ട് തന്നെ ഫോം പൂരിപ്പിച്ചാൽ മതി. മെയിൽ ID കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കറക്റ്റ് പേരും അതുപോലെ തന്നെ കറക്റ്റ് മെയിൽ ID അവിടെ ആഡാവും. അതിനെക്കാട്ടി നല്ല ഇവിടെ നമുക്ക് ഫേക്കായിട്ട് ജസ്റ്റ് ഒരു പേര് കൊടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ട്രൂ കോളർ ഉള്ളവർക്ക് നമ്മുടെ ഈ പേരും മെയിൽ IDയും കാണും. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ മെയിൽ ID നിങ്ങൾ അടിക്കുമ്പോൾ കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എന്തെങ്കിലും അടിച്ചതിന് ശേഷം @email.com തന്നെ കറക്റ്റ് അടിക്കണം. ഇവിടെ നിങ്ങൾ തെറ്റിപ്പോവല്ലേ. കറക്റ്റ് എന്തെങ്കിലും അടിക്കുക, അതിനുശേഷം @email.com എന്ന് പറഞ്ഞ സംഭവം കൊടുക്കുക. അതിനുശേഷം നിങ്ങളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കൺഫേം കൊടുക്കുക. കറക്റ്റ് ആണെന്നും മുകളിലെ എഴുതിയത് കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കാണെങ്കിൽ കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, നമുക്ക് ലോഡ് ആവുന്നുണ്ട്. ഓക്കെ, നമുക്കാണെങ്കിൽ എല്ലാം റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് നെക്സ്റ്റ് ഒന്ന് കൊടുക്കാം. ഇവിടെ വരുന്ന സമയത്ത് SMS ചോദിക്കുന്ന സമയത്ത് നമ്മൾ ട്രൂ കോളർ തന്നെ കൊടുക്കണം, വേറെ ഒന്നും മാറിപ്പോകാൻ പാടില്ല. കറക്റ്റ് ട്രൂ കോൾ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എല്ലാ കാര്യവും ഓക്കെ ആയിട്ടുണ്ട്. നമുക്കന്ന് പഴയ മെസ്സേജൊക്കെ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഇതുപോലെ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ട്രൂ കോളിലെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ SCയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടുത്തെ പരിപാടിയെല്ലാം ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഓക്കെ, നേരെ നമ്മുടെ SC വരുന്ന സമയത്ത് നിങ്ങൾ കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ SC ഓൾറെഡി ഓപ്പൺ ആയി കിടക്കുമായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് SC ഒന്ന് ക്ലിയർ ചെയ്യുക. ഫസ്റ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം SC കയറുക. എന്ന് വെച്ചാൽ ട്രൂ കോളർ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. അപ്പം നമ്മുടെ ആ ഒരു അക്കൗണ്ടിലേക്ക് ആഡ് ആവണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുക. നമ്മുടെ OG ഷെയർ ചെയ്തിട്ട് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ക്ലോൺ ഉപയോഗിക്കാതെ OG തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ OG ക്ലോൺ ആണെങ്കിൽ എന്ത് സംഭവിക്കാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ക്ലോൺ ആപ്പാണ്. ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്രൂ കോളർ എന്ന് പറഞ്ഞാൽ പുതിയൊരു ഓപ്ഷൻ ഇവിടെ ആഡായിട്ടുണ്ട്. നേരത്തെ എന്ന് പറയുമ്പോൾ നമുക്കാണെങ്കിൽ മെയിൽ IDയുടെ മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളായിരുന്നു. ഇപ്പോൾ നമുക്ക് ട്രൂ കോളർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൊബൈൽ നമ്പർ അടിച്ചും വേണമെങ്കിലും കയറാം. അപ്പം ഇതാണ് സംഭവം. അപ്പം നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ട്രൂ കോളിൽ നിങ്ങൾ ഏത് നമ്പറാണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് SCയിൽ ഏത് അക്കൗണ്ടാണ് എടുക്കേണ്ടത്, ഏത് അക്കൗണ്ടാണ് എടുക്കുന്നത് ആ ഒരു അക്കൗണ്ട് ആയിരിക്കണം, ആ ഒരു അക്കൗണ്ടിൻ്റെ മൊബൈൽ നമ്പർ ആയിരിക്കണം ട്രൂ കോൾ ആഡ് ചെയ്യേണ്ടത്. ട്രൂ കോളിൽ ആഡ് ചെയ്യുന്ന നമ്പറായിരിക്കും നമുക്കാണെങ്കിൽ ഇവിടെ ഓപ്പൺ ആയിരുന്നത്. അപ്പോൾ നമുക്ക് ഏത് അക്കൗണ്ടാണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പർ മാത്രമേ നമ്മൾ ട്രൂ കോളിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ആ നമ്പറിന് പ്രോബ്ലം ആയതുകൊണ്ടാണ് ഞാനെങ്കിൽ ആ നമ്പറിൽ ട്രൂ കോൾ എടുത്തത്. ജസ്റ്റ് ട്രൂ കോളിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ഓപ്ഷൻ വരും. നമ്മുടെ ആണെങ്കിൽ കംപ്ലൈൻ്റ് ആയെന്ന് പറഞ്ഞ അക്കൗണ്ടിൻ്റെ നമ്പറാണിത്. അപ്പം ആ നമ്പർ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കാനാണ് പറയുന്നത്. ഇത് വർക്കാൻ സാധ്യത കുറവാണ്. കാരണം വെച്ചാൽ നമ്മുടെ ക്ലോൺ ആപ്പാണ്. ഓക്കെ, ഞാൻ എൻ്റെ OGയിൽ കാണിച്ചു തരാം ബാക്കി എങ്ങനെയാണ്. ഓക്കെ, ഇതുപോലെ വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആണെങ്കിൽ ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ ട്രൂ കോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ ഒരു പ്രൈവസി കാര്യങ്ങളൊക്കെ വരും. ജസ്റ്റ് ഒന്ന് എഗ്രി ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണത്. നമ്മുടെ അക്കൗണ്ട് സുഖമായിട്ട് തുറന്നിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാളും നമുക്കാണെങ്കിൽ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയൊരു ഈ ഒരു പരിപാടി ചെയ്തപ്പോഴാണ് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയി വന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളാണെങ്കിൽ മെയിൽ ID ഒക്കെ വെച്ച് സൈൻ ഇൻ ചെയ്യുന്ന പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ മൊബൈൽ നമ്പർ നോക്കുന്നത് മനസ്സിലാവും. ഗൾഫ് നമ്പറാണ്. ഒരു OTP പോലും വന്നില്ല. ജസ്റ്റ് നമ്മുടെ ട്രൂ കോളിൽ ഒരു OTP കണ്ടു നടന്നുകൊണ്ട് തന്നെ ആ അക്കൗണ്ട് വളരെ സുഖത്തിൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ ലോഗൗട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ട്രൂ കോളിൽ ഏത് അക്കൗണ്ടാണ് നമുക്കതിൽ വേണ്ടത് വെച്ചാൽ ആ ഒരു മൊബൈൽ നമ്പറാണ് ട്രൂ കോളിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത് നമ്മുടെ അതേ മെയിൽ ID ആഡ് ചെയ്യുന്ന പോലൊരു സംഭവമാണ്. നമ്മൾ ട്രൂ കോളർ എപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുന്നു അന്നേരം നമുക്ക് വീണ്ടും പല കംപ്ലയിൻറ്റ് വരും. ട്രൂ കോളർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പരിപാടി നമുക്ക് നടക്കത്തുള്ളൂ. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കുക. ട്രൂ കോളർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പരിപാടി നടക്കത്തില്ല. ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചു തരാം. ട്രൂ കോളിൽ അവിടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം പെർമിഷൻസ് കാര്യങ്ങൾ വന്നു, ഒന്ന് എഗ്രി ചെയ്ത് കൊടുക്കുന്നു. കണ്ടാ, ഒരു OTP ആവശ്യമില്ല. നമുക്കാണെങ്കിൽ ഗൾഫ് നമ്പറിന് അറിയാം 24 മണിക്കൂർ കഴിയാതെ നമുക്ക് അടുത്ത OTP നമുക്ക് കിടത്തുള്ളൂ. എന്നാൽ നമുക്ക് ഇത് ഗൾഫ് നമ്പറാണ്. നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും ലോഗിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ട്രൂ കോളിൻ്റെ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ വീണ്ടും പല ഈ കംപ്ലൈൻറ്റ്. ട്രൂ കോളിൻ്റെ ആപ്ലിക്കേഷൻ ഒറ്റ ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു അക്കൗണ്ട് പടപടാന്ന് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ മൊബൈൽ നമ്പർ അടിച്ച് വേണമെങ്കിലും കയറാം. നമുക്ക് വേണമെങ്കിൽ മൊബൈൽ നമ്പർ വേണമെങ്കിലും അടിച്ച് കയറാം. അല്ല വേണമെങ്കിൽ മെയിൽ ID വെച്ച് നമുക്ക് വേണമെങ്കിൽ കയറാം. അതുപോലെ തന്നെ ട്രൂ കോളിൻ്റെ അത് വെച്ച് വേണമെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കയറാൻ പറ്റുന്നതായിരിക്കും. അപ്പം സംഭവം അടിപൊളിയാണ്. OTP പ്രശ്നമുള്ളവർക്ക്, ഇപ്പോൾ ഇന്ത്യയിലുള്ളവർക്കാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ പുറത്തുള്ളവർക്കാണെങ്കിലും ശരിക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ഒരു സംഭവം. അപ്പം ഇനി നമുക്ക് OTP കാര്യങ്ങളൊന്നും പേടിക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. കാരണം നമ്മുടെ സിം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് SC അക്കൗണ്ടുകളെടുത്ത് ലോഗൗട്ട് ലോഗിനും ഇങ്ങനെ മാറ്റി എടുത്ത് കളിക്കാൻ പറ്റുന്നതായിരിക്കും. എന്നെങ്കിലും നിങ്ങളുടെ ട്രൂ കോളർ അൺഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ
വീണ്ടും പഴയ പോലെ ഈ സംഭവം വരും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.